അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമി ബലിവേദിയിൽ മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമി ബലിവേദിയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം സോദര സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ സോദര സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ ജീവൻ പകരം ഏറ്റിരുയാഗം അർപ്പിച്ചിടാം ഈ വേളയിൽ ജീവൻ പകരം ഏറ്റിരുയാഗം അർപ്പിച്ചിടാം ഈ വേളയിൽ അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം. നമ്മുടെ ഇടവകയിലെ ഈ വർഷത്തിൽ ഇടവകയ്ക്ക് സഭയ്ക്ക് എന്ന് നൽകുന്ന ഒരു സമ്മാനമായിട്ട് നമ്മുടെ ഇടവകാംഗമായ ഏഞ്ചൽ റോസ് വർഗീസ് ചെറുപ്പണത്തിനെ കാണുകയാണ്. ഏഞ്ചൽ റോസ് വർഗീസ് ചെറുപ്പണത്ത് സിസ്റ്റർ ഏഞ്ചൽ റോസ് മാറി 3-4 നാൾ ചുണ്ണമ്പേരിയിലെ പ്രൊമോഷൻ ഹൗസിൽ വെച്ച് അങ്ങനെ തന്നെ തമ്പുരാനെ സമർപ്പിച്ചിരിക്കുകയാണ്. ആ വലിയ കാര്യം ഇടവക സമൂഹം അംഗീകരിക്കുന്നതിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയും ഒക്കെ പ്രത്യേക അടയാളമായിട്ട് ഇന്ന് ഏഞ്ചൽ റോസാണ്, സിസ്റ്റർ ഏഞ്ചൽ റോസാണ് നമ്മുടെ ജോലിയിൽ തിരിച്ചറിയുകയാണ്. ദയവായി തിരിച്ചറിയുക.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. നായകാനിൻ തിരുനാമം പാവനം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമെന്ന്, അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, യൂദാസ്ലീഹ എഴുതിയ ലേഖനം 17 മുതൽ 25 വരെയുള്ള വചനങ്ങൾ ഗുരു ആശീർവദിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുവചസ്സിൻ ശരണണിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. തിരുവചസ്സിൻ ശരണണിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. സുവിശേഷം പാതേയം. ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൽ വരവേൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം പാതേയം. ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്വർഗതാരിൽ വരവേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 8-ാം അധ്യായം 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദേസിന്റെ കാര്യസ്ഥനായ മൂസായുടെ ഭാര്യ യോവാനെയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ തിരുവചനങ്ങള് അച്ഛനെ ചെയ്യുന്നത് കുർബാനയുടെ ആരംഭത്തിൽ അച്ഛൻ പറഞ്ഞ ഏഞ്ചലിന്റെ സമർപ്പണ വഴികളോട് ബന്ധപ്പെട്ട ചിന്തകളിലേക്കാണ്. സുവിശേഷത്തിൽ നാം കുറേ സ്ത്രീകളെ കുറിച്ചാണ് വായിച്ചത്. അവര് യേശുവിനെ അനുഗമിച്ച അപ്പസ്തോലന്മാരോടൊപ്പം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ ഇന്നത്തെ ദിവസത്തിൽ പ്രധാനമായിട്ടും ചിന്തിക്കാനിടയ ഒരു വാക്ക് ഏഞ്ചൽ എന്ന പേര് തന്നെയാണ്. എന്നിട്ട് അച്ഛനിങ്ങനെ ഒരു ചോദ്യം ഏഞ്ചലിനോട് ചോദിക്കണം വിചാരിച്ചു. ഏഞ്ചലിന്റെ പേരെന്താണ്? ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം ഒട്ടും പ്രസക്തിയില്ലാത്തതല്ല. ഏഞ്ചലിന്റെ പേരെന്താണ്? അത് ആ ചോദ്യം മനസ്സിൽ ഇങ്ങനെ വന്നത് ഈ രീതിയിലാണ്. അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ എഴുതിയിട്ടുണ്ട്. ഈ യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്ന സ്ത്രീകളെക്കാളൊക്കെ ഇതിലെല്ലാവരെക്കാളും മഹത്തരമായിട്ടൊരു സ്ത്രീയാണ് ഈശോ കാണിച്ചു തന്നത്. ഈശോയുടെ അമ്മയായ മറിയത്തെ. ആ മറിയത്തിന്റെ അടുത്തേക്ക് ഒരു ഏഞ്ചല് കടന്നു ചെന്ന നിമിഷം മുതൽ അവളുടെ ജീവിതം മുഴുവൻ മാറി. ആ ഏഞ്ചലിന്റെ പേരെന്താണെന്ന് നമുക്കറിയാമല്ലേ? ഇതാണ് അച്ഛൻ ഏഞ്ചലിന്റെ പേരെന്താണെന്ന് ചോദിച്ചത് ചോദ്യം. തോബിത്ത് എന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഏഞ്ചല് കടന്നു ചെന്നത്. ആ ഏഞ്ചലിന്റെ പേര് റഫായേൽ. തിന്മയുടെ ശക്തികളെയൊക്കെ കീഴടക്കുന്ന മറ്റൊരു ഏഞ്ചലിനെ കുറിച്ച് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. ആ ഏഞ്ചലിന്റെ പേര് മൈക്കിൾ. ഈ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചോദിച്ച ഏഞ്ചലിന്റെ പേരെന്താണ് എന്ന് മാത്രവുമല്ല, അച്ഛൻ ഇന്നിങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരുന്നപ്പോ മനസ്സിലാക്കി, അതെ, ആ ഏഞ്ചല് സ്വർഗത്തിൽ നിന്ന് ഈ മറിയമെന്ന സ്ത്രീയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ തോന്നിയില്ല. കാരണം സ്വർഗം അവളിൽ നിറഞ്ഞു നിൽക്കുന്നത്, പരിശുദ്ധാത്മാവ് അവളിലേക്ക് വരുന്നത്, പരിശുദ്ധ ത്രിത്വം തന്നെ അവളിൽ നിറയുന്നത്, യേശു സാന്നിധ്യം കൊണ്ട് അവൾ നിറയുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഏഞ്ചലിന് മോളിലേക്ക് തൻ്റെ കൂട്ടുകാരോടൊത്തായിരിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നെ അവളെയും കൊണ്ട് സ്വർഗത്തിലെത്തുന്നത് വരെ ഈ ഏഞ്ചല് എപ്പോഴും അവളോടൊത്തുണ്ടായിരുന്നു. സ്വർഗത്തിൽ അതുവരെ ധ്യാന വിഷയമാക്കിയ കാര്യങ്ങളെക്കാളും കൂടുതൽ പിന്നെ ഈ മറിയമെന്നെ കണ്ടുവച്ച് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, പ്രത്യേകിച്ച് ഇന്നത്തെ ലേഖനത്തിലെ ഒരു വചനം കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തില്, പരിശുദ്ധമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ആ രീതി, ശൈലിയൊക്കെ ആ ഏഞ്ചലിങ്ങനെ
പഠിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് എപ്പോഴും അവളോടൊപ്പം യാത്ര ചെയ്യുകയായ ആ യാത്ര അവള് ഐങ്കര്യമിലേക്ക് ആ പുരോഹിതനെയും അവൻ്റെ ഭാര്യ എലീശുവായെയും സന്ദർശിക്കാൻ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്നു. ആ ഏഞ്ചല് അവർ ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ കൂടെയുണ്ടായിരുന്നു. ആ ഏഞ്ചല് അവർ ബെത്ലഹേമിലെ ഗുഹയിൽ വളരെ പ്രത്യേകിച്ച് കൂടെയുണ്ടായിരുന്നു മാത്രമല്ല എല്ലാ ഏഞ്ചലുമാരെയും വെച്ചിട്ട് വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. അത് മറിയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ഏഞ്ചല് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെങ്കിലും ആ ഏഞ്ചല് മാത്രം കൂടെ വസിച്ചു. എന്നിട്ട് ഈജിപ്തിലേക്കുള്ള യാത്രയിലും ഈജിപ്തിൽ ചെന്ന ശേഷവും എന്ന് മാത്രവുമല്ല വളരെ പ്രത്യേകമായി കാൽവരിയിലും മുകളിലത്തെ മുറിയിലും ഒക്കെ അവളോടൊത്തുണ്ടായി. ഈ ചിന്തകളൊക്കെ വന്നിട്ട് അച്ഛനിങ്ങനെ ചോദിച്ചു പോവുകയായിരുന്നു ഏഞ്ചലിനോട്, ഏഞ്ചലെ ഇതുപോലെ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യരുടെ അടുത്ത് കടന്നു ചെല്ലാനും അവരോടൊപ്പം ആയിരിക്കാനും ഒക്കെ അങ്ങനെ അവരുടെ ജീവിതങ്ങളിലൊക്കെ കാതലായ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉള്ള ആഗ്രഹവും സന്നദ്ധതയും ഒക്കെ 3 നാൾ മുമ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കർത്താവ് പരിശുദ്ധ മറിയത്തെ കടത്തിക്കൊണ്ടുപോയതുപോലെ ദൈവം കടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യാനായിട്ട് തയ്യാറാണ്. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കാര്യം അച്ഛൻ ആരംഭത്തിൽ സൂചിപ്പിച്ച വാക്കുകൾ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. ഏഞ്ചൽ റോസ് വർഗീസ് സിസ്റ്റർ ഏഞ്ചൽ റോസായി മാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീസിനെ ഉപേക്ഷിച്ച് വർഗീസിനെ വിറ്റ് കളഞ്ഞു. ഫ്രാൻസിസ് അസീസി അരമന കോടതിയിൽ നിന്ന് പറയുന്നൊരു വാചകം, ഇനി എനിക്ക് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാം. അപ്പോഴവിടെ ലേഖനത്തിൽ വായിച്ച വാക്കുകൾ പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കുന്ന അവസ്ഥ. റോമ 8:26-27 പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇന്നലത്തെ കുർബാനയിലും വചനത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാണ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യങ്ങളും അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആത്മാവ് യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ മറിയത്തിൽ നിറഞ്ഞ ആത്മാവ് അവളുടെ പ്രാർത്ഥനാ രീതികളൊക്കെ മാറ്റി മറിച്ചു. ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവ് പ്രാർത്ഥിക്കുന്നത് അവൾ കേൾക്കാൻ തുടങ്ങി. സാധകന്റെ സഞ്ചാരങ്ങളുടെ പുസ്തകത്തിൽ സാധകൻ പറയുന്ന അനുഭവം കൊണ്ട് അവൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകാൻ തുടങ്ങിയപ്പോൾ ഉറക്കത്തിൽ പോലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവൻ കേൾക്കാൻ തുടങ്ങി. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. അവിടെ ദൈവഹിതമനുസരിച്ചാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ വിശ്വാസത്തിൽ വളരുകയാണ്. ആ വളർച്ചയുടെ വളരെ പ്രകടമായ ഉദാഹരണമായിട്ട്, അടയാളമായിട്ട്, തെളിവായിട്ട് അച്ഛനെ കാണിച്ചിരുന്ന അബ്രാഹാം മകനെ ബലിയർപ്പിക്കാനായിട്ട് യാത്ര തുടരുമ്പോൾ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകും കത്തിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ബലിയർപ്പിക്കാൻ ആട്ടിൻകുട്ടിയല്ലേ? അബ്രാഹാം പറയുന്നതിന് അതിന് ദൈവം തരും. വിശ്വാസത്തിൽ അബ്രാഹാം വളരുകയാണ്. മറിയം വിശ്വാസത്തിൽ വളരുന്നത് അബ്രാഹത്തെക്കാളും മഹത്തരമായ രീതിയിലാണ്. അത് ദൈവം എന്ന ആ കുഞ്ഞാടിനെ, പെസഹ കുഞ്ഞാടായി ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾ അവനിലേക്ക് ആവാഹിച്ച് ആ പെസഹ കുഞ്ഞാടിനെ ബലിയായ ബലിയിൽ അർപ്പിക്കുകയും ആ ബലിയിൽ മറിയം പങ്കുചേരുന്ന രഹസ്യങ്ങൾ അവിടെയൊക്കെ ഈ ഏഞ്ചലിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന വളരെ ആഴമുള്ളൊരു മനസ്സിലാക്കലാണ് എൻ്റെ പാദത്തിൽ കർത്താവ് നൽകിയത്. ഈ ചിന്തകളോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി അനുഭവപ്പെടാം. അമ്മ ബലിയിൽ പങ്കുചേർന്നതുപോലെ ബലിയർപ്പിക്കാൻ, നമ്മെ തന്നെ അർപ്പിക്കാൻ, നമ്മിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും
വിശ്വാസത്തില്, പരിശുദ്ധമായ വിശ്വാസത്തില് അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായി തരാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വഴിയിൽ തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് ആനയിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലത്തേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ അങ്ങേ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണം. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. നമുക്ക് ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു നിന്നെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാൽ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്നെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും. അങ്ങേ ആരാധ്യമായ തത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എന്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരിക്കും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗതമായ ജനത്തിന്റെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നയോട് ഞങ്ങൾ അപേക്ഷിച്ചു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ
എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അത്ഭുതങ്ങളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സാമന്മാരോടും ചേർന്ന് നാഥനായ നീക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ജയഗീതം പാടിടാം, ഓശാന സ്വരഗീതം മീട്ടിടാം. രാജാതിരാജൻ ഈശ്വരനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. രാജാതിരാജൻ ഈശ്വരനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും വിണ്ണിന്റെ നാഥനായി ഓശാന പാടാം. കർത്താവെന്നും അവനല്ലോ, ഓശാന ജയഗീതം പാടിടാം, ഓശാന സ്വരഗീതം മീട്ടിടാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയാണ്. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതം, അങ്ങയുടെ സദസ്യം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് വിഭജിച്ച് ശിഷ്യന്മാർക്ക് ഇത് പാപമോചനത്തിനായി നിങ്ങളുടെ വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദൈവിക ജീവൻ ഞങ്ങളുടെ
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമേതാ കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സദാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ
മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേൾപ്പിയാവുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സഭാമാതാവിന്റെ മഹത്വീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. ഓ എന്നീശോവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാ വാ എന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എന്നീശോവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാ വാ എന്നിൽ നിറഞ്ഞിടുവാൻ. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവേഴും സ്നേഹത്തിൻ നിറവായിടും. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവേഴും സ്നേഹത്തിൻ നിറവായിടും. സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ. ഓ എന്നീശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാ വാ എന്നിൽ നിറഞ്ഞിടുവാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിനിമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ആമേൻ.
പരിശുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വലിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയവരിൽ വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നകച്ചുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലൂടെ ആനന്ദവും ആശ്വാസവും പരത്തിന് സൗഭാഗ്യത്തിന്റെയും അവിടവുമായി തീരട്ടെ. ആമേൻ. അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ.